ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നന്ദൂസ് വ്ലോഗ് എന്ന് അവരുടെ ചാനലിലാണ്. ഏതാണെന്ന് ചോദിച്ചാൽ ഇതിനെക്കാട്ടും സ്പീഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉപ്പുമുളക് ലൈറ്റിലെ ഇല വെച്ച് കുഞ്ഞൻ എന്ന് പറയുന്നത്. കുഞ്ഞൻ വന്നൊരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടു. ഞങ്ങൾക്കും ചിലതൊക്കെ പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കുറെ കമന്റുകൾക്കുള്ള മറുപടി Q&A എങ്ങാണ്ട് നടത്തിയപ്പോൾ അവർക്ക് ഫീൽ ചെയ്ത, അവർക്ക് ഹേർട്ട് ചെയ്ത കമന്റുകൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത്. പക്ഷെ പിള്ളേർ പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് കയറുമ്പോൾ കമന്റുകൾക്കുള്ള മറുപടി തന്നെയല്ല, അവരുടെ ലൈഫിലെ കാര്യങ്ങളിലൂടെ ഉണ്ട്. ഇപ്പൊ ടോട്ടലി പറഞ്ഞ പിള്ളേർ ഇപ്പൊ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതാണ് സംഭവം. ഒറ്റപ്പെടലിന്റെ ഒരു വേദനയാണ് അവരുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പ്രണയ വിവാഹത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. പണ്ടൊക്കെയുള്ള ആൾക്കാർ പറയില്ലേ, പ്രണയ വിവാഹം പരാജയമാകുന്ന ഒന്ന് സംശയരോഗം വരാം. പ്രണയ വിവാഹം, നീ എന്നെ പ്രേമിച്ചാൽ വേറെയും പ്രേമിക്കുക എന്നുള്ളത്. അതല്ല, സാമ്പത്തിക അടിത്തറയില്ലാതെ പോകും, അപ്പൊ കലഹമാകും. അങ്ങനെയുണ്ട്. ഇപ്പൊ ഇവര് തമ്മിൽ കലഹമൊന്നുമില്ല, അവര് നല്ല സ്നേഹമൊക്കെയാണ്. പക്ഷെ അവരുടെ വിഷയം സാമ്പത്തികമാണ്. സാമ്പത്തികത്തിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. 1.5 ലക്ഷം രൂപയോളൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ അത് രണ്ട് വീട്ടുകാരും ഹെൽപ്പ് ചെയ്യുന്നില്ല. കൂട്ടരും ചെറുക്കന്റെ കൂട്ടർ ഉപേക്ഷിച്ച രീതിയായിട്ട് തോന്നുന്നുണ്ട്. പെണ്ണിന്റെ വീട്ടിലാണ് ഈ ചെറുക്കൻ നിൽക്കുന്നത്. അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ നിൽക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ വക കുത്തല് പ്രേക്ഷകരുടെ വരെ കുത്തി നോക്കുന്ന ഇവര് സഹിക്കണം. കാരണം നാട്ടുകാരിത് കണ്ട് അഭിപ്രായം എഴുതുന്നതിൽ നിന്നാണല്ലോ ഇവർക്ക് ഈ ഫാമിലി വ്ളോഗിന് പൈസ കിട്ടുന്നത്. ആ പൈസയാണല്ലോ അവർക്ക് ഉപകരിക്കുന്നത്. അപ്പൊ നാട്ടുകാർ കയറി മെഴുകും. ഫാമിലി വ്ളോഗിന്റെ ഒരു കുഴപ്പം, അവർ ഈ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു കർട്ടൻ ഇട്ടേച്ച് ബാക്കിയുള്ള മുഴുവൻ അവർ കാണിക്കുമല്ലോ. അപ്പൊ അത് കാണുന്ന ഫാമിലി വ്ളോഗേഴ്സിന്റെ അടിമകളായിട്ടുള്ള പ്രേക്ഷകരുണ്ട്. ഈ സീരിയലിന് അടിമയായിട്ടുള്ളവരൊക്കെ ഇപ്പൊ ഫാമിലി വ്ളോഗാണ് കാണുന്നത്. അപ്പൊ അവര് ഇവരുടെ ലൈഫിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നിട്ട് നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതവരനുസരിച്ചില്ല, അതിനുള്ള പൊങ്കാലയൊക്കെ. അപ്പൊ ഇവര് ബാധ്യസ്ഥരാണ് പ്രേക്ഷകരുടെ വായിലിരിക്കുന്ന കേൾക്കുക എന്നുള്ളത്. പക്ഷെ ഇവർക്കെല്ലാം ഫാമിലി വ്ളോഗിനെല്ലാം ഇവരങ്ങോട്ട് കാണിക്കുന്ന ആൾ ഇങ്ങോട്ടൊന്നും പറയരുതെന്നുള്ള ധാരണയാണ്. പിന്നെ ഒന്നും സഹിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ഇവര് പ്രതികരിക്കും. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന എല്ലായ്പ്പോഴും ഞാൻ ഇത് പറയാറുള്ളൂ. പക്ഷെ ഇവർ ഈ പ്രേക്ഷകർ കണ്ട് ഈ കമന്റ് ഇടുന്നതിന്റെ പൈസ വാങ്ങുന്നതുകൊണ്ട് ഇത് സഹിച്ചേ പറ്റുള്ളൂ. അതാണ്. അപ്പൊ ഏതായാലും കുഞ്ഞൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. 1.5 വർഷത്തോളമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പൊ ഭാര്യ വീട്ടിൽ ഈ പയ്യൻ വന്ന് കിടക്കുന്നതിനെ പറ്റി ഭയങ്കര കുത്തല് ജനങ്ങൾക്ക്. ഭാര്യ വീട്ടിൽ നാണമില്ലേടാന്ന് പറഞ്ഞ് തൊഴിൽ ചെയ്യുന്നില്ലെന്ന് എന്തൊക്കെയോ പറഞ്ഞ് കുത്തുന്ന കമന്റ് ഇട്ടു. അതൊക്കെ ഇവർ കമന്റ് ഇടുന്നവർക്ക് എങ്ങനെയാന്ന് ചോദിച്ചാൽ മാനസികമായിട്ട് നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുക എന്നുള്ള, അതിലൂടെ അവർക്കൊരു സന്തോഷം കിട്ടും. അവരൊരു കമന്റ് ഇട്ട് പോയി കഴിയുമ്പോൾ വേറെ ചിലർ ആ വീഡിയോ കണ്ടാണേലും ഒരുപക്ഷെ അവർക്ക് ആ ഒരു അഭിപ്രായം പറയാനോ അല്ലെ അവർ കണ്ടെത്തിയില്ലേ പോലും ഒരാളൊരു നെഗറ്റീവ് ഇട്ട് കഴിയുമ്പോൾ സത്യമാണല്ലോ, അങ്ങനെയാണല്ലോ എന്ന് കരുതി ഉടനെ തന്നെ ആ കമന്റിന്റെ അടിയിൽ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യ കമന്റ് ഇട്ട ആൾക്കൊരു നല്ല സന്തോഷം, ഞാൻ മൂലം ഇവർക്ക് കുറെ പൊങ്കാല കിട്ടിയല്ലോ. ഇത് വീഡിയോ ഇടുന്നവർക്ക് കാണുമ്പോൾ അവർക്ക് സങ്കടമാകും. ഇതൊക്കെ സ്വാഭാവികമാണ്, അത് അങ്ങനെയാണ്. അപ്പൊ അതിന്റെയുള്ള ഒരു മറുപടിയായിട്ട് ഭാര്യ വീട്ടിൽ പരമസുഖമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കേൾക്കാം. എന്റെ വീട്ടില് ഇപ്പൊ എന്റെ ഉണ്ണിയിലും ഹെൽത്താണ് ഏട്ടനെ ഏറ്റവും മെയിനായി നോക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ സമയത്ത് ഏട്ടന്റെ ഭാര്യയുടെ അടുത്ത് കൂടെ നിന്നു വെച്ചിട്ട് എന്റെ വീട്ടിൽ ഇവിടെ വന്ന് നിന്നു വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഒന്നാമത്തത് ഈ വീട്ടിൽ നിന്നു വെച്ചത് ഈ വീട്ടിലുള്ള ആരും ഞങ്ങളുടെ രണ്ടാളും പേഴ്സണൽ ജീവിതത്തിൽ ഇടപെടില്ല. നമ്മളിവിടെ നിൽക്കുന്നു, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. അല്ലാതെ നമ്മളൊരു പേഴ്സണൽ കാര്യത്തിലും ഇവിടെയുള്ള ആരും ഇടപെടില്ല. അത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് ഏട്ടനൊരു ബുദ്ധിമുട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഭാര്യയുടെ അടുത്ത് ഇപ്പൊ ഏട്ടൻ നാട്ടിലുള്ള നിലയ്ക്ക് നമ്മൾ ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് വയ്യെങ്കിൽ ഞാൻ എന്റെ ഇവിടെ റെസ്റ്റിനും ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കായി നിൽക്കുമ്പോൾ ഏട്ടനെ ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ആ വീട്ടില്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കല്യാണം കഴിക്കുന്നത് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിൽക്കാനാണ് അല്ലെ. അതിലിപ്പോ ഏട്ടൻ എന്റെ അടുത്ത് ഇപ്പൊ എനിക്ക് വയ്യാത്ത കാരണം ഇവിടെ വന്ന് നിന്നു, എന്റെ അടുത്തായിട്ട് ഇവിടെ വന്ന് നിന്നു വെച്ചൊരു പ്രശ്നമില്ല. ഇപ്പൊ ഞാനായാലും ഏട്ടല്ലാണ്ട് ഏട്ട ഒരു ദിവസം അവിടെ നിൽക്കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാറില്ല. എന്താ ചേട്ടന്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഏട്ടന്റെ കൂടെ നിൽക്കാമല്ലോ. ഇപ്പൊ എനിക്ക് ഇത്രയും അവർ ഇതിൽ സംസാരിക്കുമ്പോൾ ഭാര്യയുടെ കൂടെ ഭർത്താവ് ഉണ്ടാകണം. പോരാഞ്ഞിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മൂടൊക്കെ മാറിയൊക്കെ വരും. അപ്പൊ ഭർത്താവിന്റെ സാമീപ്യമാണ് നല്ലതെന്ന് ഒരു സൈഡിൽ പറയുന്നു, മറു സൈഡിൽ പുള്ളി പറയുന്നത് പുള്ളി മാത്രമേ അവിടെ ഉള്ളൂ. അതൊരു ശരിയാണ്. അവരുടെ അച്ഛനും അമ്മയും വിദേശത്താണ്, ദുബായിലോ മറ്റോ ആണ്. അവരവിടെ പോയി ജോലിയുടെ ഭാഗമായിട്ട് കഴിയും. അപ്പൊ ഈ പയ്യൻ മാത്രം ഒറ്റയ്ക്ക് എന്തിനാ അവിടെ പോയി കഴിയുന്നു? നമ്മളീ നാട്ടു നടപ്പനുസരിച്ച് കളിയാക്കേണ്ട കാര്യമില്ല. ഭാര്യ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല എങ്കിൽ അവിടെ നിൽക്കാം. ഇവരുടെ അച്ഛനും അമ്മയും ദുബായിലാണ്. ഇവരെ അത്ര അങ്ങോട്ട് അവര് എന്തോ പ്രശ്നം ഇവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറയുന്നില്ല.
അതാണ് സംഭവം. ഈ ആദ്യകാലത്ത് കല്യാണ സമയത്ത് ഉപ്പുമുളക് ലൈറ്റിലെ അവരായിരുന്നു ഇവർക്ക് ശത്രു. കാരണം ഈ കല്യാണം ഉറപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ ഈ പയ്യനെ ഇഷ്ടപ്പെടാതെ പിന്നെ ഇവരിത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ കുഞ്ഞൻ എന്തുണ്ടായെന്ന് വെച്ചാൽ കുഞ്ഞൻ ആ പയ്യന്റെ പുറകെ അങ്ങ് പോയി. ഈ കല്യാണമൊക്കെ ആയി കഴിയുമ്പോൾ ഫോൺ ചെയ്തൊക്കെ പ്രണയം ആകില്ല. അപ്പൊ ഇവർ പിന്നെ ഇടയ്ക്ക് വെച്ച് വേണ്ടെന്ന് വെച്ചാലും പെൺകുട്ടി കയറി പ്രണയിച്ചുകൊണ്ട് ആ കൊച്ചാ കൂടി അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് കല്യാണമൊക്കെ നടത്തുമ്പോഴെല്ലാം ചെറുക്കന്റെ കൂട്ടര് ഫുൾ സപ്പോർട്ടായിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നെ ഒരു വീടാണ്, ചട്ടിയും കലാണ്, തട്ടിമുട്ടിയിരിക്കും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അവരിൽ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളോട് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ അവരുടെ ഈ പയ്യന്റെ അച്ഛനും അമ്മയും വിദേശത്താണ്. അയ്യോ ഭയങ്കര ചൂടേ. അധികമൊന്നുമില്ല, ഇപ്പൊ 48 ഡിഗ്രി ഉള്ളൂ. 48. അപ്പൊ ഈ പയ്യൻ പറയുന്നത് ശരിയാണ്. അവൻ അവിടെ വെറുതെ പോയി നിന്നിട്ട് എന്താ കാര്യം, അവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ല, വെറുതെ നിൽക്കേണ്ട, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. അതിനൊന്നും വലിയ കുറ്റമൊന്നും പറയാനില്ല. അല്ലെ നമ്മുടെ ഭാര്യ വീട്ടിൽ പരമസുഖം നാൾ ചെന്ന നായ് പോലെ എന്നുള്ളൊരു നമ്മുടെ ഒരു സംസ്കാരത്തിൽ ലയിച്ചു പോയ ഒരു ആപ്തവാക്യം പോലത്തെ വാക്യാണ് 4 ദിവസം കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ പട്ടിക്ക് തുല്യമാണെന്ന്. ആദ്യം ഭയങ്കര വിരുന്നൊക്കെ തരും, 4 ദിവസം കഴിയുമ്പോൾ പട്ടിയെപ്പോലെ ആയിരിക്കും, എന്ന് വെച്ചാൽ വെളിയിലായിരിക്കും, പിന്നെ ഫുഡ് എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും അർത്ഥമുണ്ട്, അങ്ങനെയാണ് അത് പറയുന്നത്. അതാണ് നാട്ടുകാരിങ്ങനെ പറയുന്നത്. അത് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് പോട്ടെ. ഇനി അടുത്ത അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചും കടത്തെക്കുറിച്ചുമാണ്. അപ്പൊ ആൾക്കാർ ട്രോൾ എടുത്ത് വീട്ടി, നീ പണിക്ക് പോടാ, ചുമ്മാ ഇരുന്ന് വ്ളോഗ് ഇട്ട് കാശുണ്ടാക്കാതെടാ എന്നുള്ള രീതിക്കാണ് വ്ളോഗിൽ ട്രോളിലെല്ലാം ആൾക്കാർ കളിയാക്കിയിരിക്കുന്നത്. അപ്പൊ അവരതൊന്ന് പറയുന്നത് കേൾക്കാം. നമുക്കിത് മാത്രമല്ല, നമുക്കിന്റെ ഇടയിൽ കുറെ ബാധ്യതകൾ നമുക്ക് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ബാധ്യത നമ്മുടെ ഈ പ്രായത്തിൽ ഞങ്ങൾ ഈ പ്രായത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, പേഴ്സണൽ ആയിട്ടാണ് എന്താണ് നിങ്ങൾ എടുത്തത്. നമുക്ക് 1 ലക്ഷം എന്തായാലും വേണം ഒരു മാസം നീങ്ങി പോകണമെങ്കിൽ തന്നെ. അത് ആ 1 ലക്ഷം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഷോപ്പ് ഉണ്ട്, റെന്റ് ഉണ്ട്, കല്യാണ ലോണുകളുണ്ട്. കല്യാണം ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ ഗോൾഡ് ഒരാളിൽ നിന്ന് വാങ്ങി ഒന്നും ചെയ്തിട്ടില്ല. ലോണ് നിങ്ങൾ അയച്ചു. ഞാൻ 23-ാം വയസ്സിൽ ഞാൻ എന്റെ ഇവിടെ പോയതാണ്, ഗൾഫിന് പോയതാണ്. 23 വയസ്സോടെ ഞാൻ അധ്വാനിച്ചു തുടങ്ങുന്നതാണ്. ഇപ്പോഴത്തെ ഏത് പിള്ളേരാണ് 22-23 വയസ്സിൽ പോയിട്ട് ഗൾഫിൽ പോയി ഇതാക്കാൻ ഉണ്ടാവും, ഇല്ലാന്നല്ല. എന്റെ ആ പ്രായത്തിൽ ഞാൻ കൊറോണ ടൈമിൽ പോയതാ. ഞാൻ ഈ പറഞ്ഞ പോലെ മടി പിടിച്ച് പണിയെടുക്കാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അത്യാവശ്യം നല്ല ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ഏത് ടൈമിലും എപ്പോഴും വർക്കെടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരു മാസം 1.5 ലക്ഷം ഉണ്ടാക്കുക, 1 ലക്ഷം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ എന്തായാലും നന്നായി മുന്നിൽ നിന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാലോ കാശ് ഉണ്ടാക്കണമെങ്കിൽ നല്ല പണി. ഇനി ഓരോ കെട്ട് കൊച്ചു ഞാൻ പോയി അടുത്തത് നമുക്കൊരു വീടായിരിക്കും. ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ഈ കാർ അടക്കണൊക്കെ ഞാനും എന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ കാറുകളൊക്കെ തന്നെയാണത്. ഞാൻ പകുതി എമൗണ്ട് മച്ചം പകുതി എമൗണ്ട് ഇട്ടിട്ടാണ് ഈ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്റെ പ്രായം ആലോചിക്കണോണ്ട് ആ ഒരു വയസ്സിൽ പിന്നെ വീട് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചെലവിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. നമുക്ക് ഞാൻ ഇത് മറ്റുള്ളവർ പറയണ വേറെ ഒന്നല്ല. നമ്മളെ ഈ ചില ആൾക്കാർ കമന്റ് ഇടുമ്പോൾ നമുക്കത് അറിയാണ്ട് കമന്റ് ഇടും. ഇപ്പൊ നിങ്ങൾ ലൈഫ് അങ്ങനെ ചെയ്ത് നടക്കില്ല, ഇങ്ങനെ ചെയ്ത് നടക്കില്ല. പക്ഷെ നമ്മുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയില്ല, നമ്മളെല്ലാം വന്ന് പറയില്ല. പക്ഷെ നമുക്ക് കാശ് ഉണ്ടാക്കേണ്ട കാര്യം നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഈ പറയുന്ന ആൾക്കാർ പറയും ഇവർക്ക് കാശാണ് ഇമ്പോർട്ടന്റ്. സത്യത്തിൽ അറിയോ, കാശ് ഇമ്പോർട്ടന്റ് എന്ന് പറയണത് ഞാൻ അത്രയും രീതിയിൽ കാശിന് വേണ്ടിയിട്ട് കെഞ്ചിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 10 പൈസ പോലും കടം ചോദിച്ചിട്ട് തന്നിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷനുകൾ നമ്മുടെ കറിയല്ലേ അത് കഴിഞ്ഞു വാ അല്ല നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസും എല്ലാവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ വരും. ഏട്ടൻ കരഞ്ഞു പോയിക്കാൻ എനിക്ക് സംസാരിക്കാനുള്ള മൂടും പോയി. ശരിക്കും വിവാഹ സമയത്ത് ഈ കുഞ്ഞന്റെ വീട്ടുകാർ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി ഇവരോട് അതിശക്തമായ എതിർപ്പാണില്ല. അവർ പിന്നെ സ്വാഭാവികമായിട്ട് മൂത്ത മകളുടെ പ്രണയവും ഇതുമൊക്കെ അവരെ ശപിച്ച് പുറത്താക്കി, ഇനി ഒരിക്കലും ബന്ധമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവർ കൂടി. അതേപോലെ തന്നെ ഈ പെങ്കൊച്ചിനോടും അവർ കൂടി. അവർ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ എടുത്തടിച്ച പോലെ പിണങ്ങുന്ന ആ ഒരു ക്യാരക്ടറുകളും മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്നവരാണെന്ന് തോന്നില്ല. മക്കളോട് ക്ഷമിച്ച് പിന്നെയും കൂട്ടി. പക്ഷെ ആ സമയത്ത് സഹകരിച്ചു തന്ന ഈ പയ്യന്റെ വീട്ടുകാർക്ക് ഇപ്പൊ സഹകരണമില്ല. എന്നാൽ ഇവരത് പുറത്ത് പറയുന്നുമില്ല. നമ്മൾക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഇവർക്കൊരു സപ്പോർട്ടില്ല. അതാണ് മനസ്സിലായത്. ഈ പയ്യനും ഈ പെണ്ണിനും ഇവർക്ക് ഭാര്യ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അച്ഛനും അമ്മയുടെ ഭാഗത്ത്
ഭാഗത്തുനിന്ന് ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതവര് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തുറന്നു പറയാൻ ഇടയാവാതിരിക്കട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമാണ് അവരുടെ പ്രശ്നം. ആ സാമ്പത്തികത്തിന് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച ഉടനെയുള്ള വ്യക്തികൾക്ക് പ്രണയ വിവാഹം കഴിച്ചാൽ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തികമില്ല. അതായത് നമ്മൾ സ്ത്രീധനത്തിനെ വല്ലാതെ എതിർക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഒരു പ്ലസ് പോയിന്റ് കിടപ്പുണ്ട്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വിടുമ്പോൾ കുറേ അധികം സ്വത്തൊക്കെ കൊടുക്കുവാണെങ്കിൽ ആ ഒരു സ്വത്ത് പിന്നീട് അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ പല പ്രതിസന്ധി വരുമ്പം അതിനെ തരണം ചെയ്യാൻ സാധിക്കും ആ സ്വത്ത്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ പേരിൽ ബാങ്കിൽ കുറേ അധികം പൈസ വീട്ടുകാർ അതിന് കൊടുക്കാനുള്ള അതിന്റെ ഒരു വീതം. ഇപ്പൊ ഒരാണും പെണ്ണും ഉള്ള ഒരു വീട്ടില് മുഴുവൻ സ്വത്തും ആ ആണിന് കൊടുക്കും, പെണ്ണിന് ഒന്നും കൊടുക്കില്ല. പെണ്ണിന് സ്ത്രീധനം കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് പെണ്ണിന് ഒന്നും കൊടുക്കുക എന്ന് പറയുന്നത് ന്യായമല്ല. ചെറുക്കനും പെണ്ണിനും ഒരേപോലെ വീതം വെച്ചിട്ട് ആ പെണ്ണിനുള്ള പൈസ എത്രയാണോ ഇനി ഒന്നും ആ ചെറുക്കനായിട്ട് കൊടുക്കേണ്ട, ആ പെണ്ണിന്റെ അക്കൗണ്ട് ഇട്ട് കൊടുക്കണം. കാരണം പിന്നെ അവർ മുന്നോട്ട് ജീവിക്കണ ഏതൊരു വ്യക്തിക്കും അവർ നന്നായിട്ട് ജീവിക്കണേ, അവരുടെ കുടുംബവീതമായിട്ട് കിട്ടിയ ഒരു അടിസ്ഥാനം ഉള്ളത് നല്ലതാണ്. പിന്നെ ഇപ്പൊ വേണേ പുരോഗമനവാദത്തിന് പറയാം, നിങ്ങളെ പെൺകുട്ടികളെ പഠിപ്പിച്ച് ഇതാക്കുന്നു വീട്ടുകാർ, പിന്നെ നിങ്ങളെ എന്തിന് കെട്ടിച്ചു വിടാൻ കാശ് മുടക്കുന്നു, നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ കാശുണ്ടാക്കി നിങ്ങൾ തന്നെ കല്യാണം കഴിച്ച് പോകണം എന്നൊക്കെ നമുക്ക് സാഹിത്യത്തിൽ പറയാം. ഒക്കെ നല്ല ആശയം തന്നെയാണ്. പക്ഷെ മുന്നോട്ട് ജീവിക്കുമ്പോൾ എല്ലാവരുടെയും പ്രശ്നം പണമാണ്. പണം വേണം. അതിന് നമ്മുടെ കാരണവന്മാര് നമ്മുടെ ബ്രദറിന്, നമ്മുടെ സഹോദരന് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്കും തരാം. നമ്മൾ പെണ്ണായതുകൊണ്ട് നമുക്ക് തരാതിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. കാരണം നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിന് സാമ്പത്തികം വേണം. പല പ്രണയ വിവാഹത്തിലുണ്ടായ പിള്ളേര് പിന്നെ അവരുടെ ആ ദാമ്പത്യത്തിലുണ്ടായ പിള്ളേര് സ്കൂളിൽ വിടുമ്പോൾ യൂണിഫോം ഇടണ്ടാത്ത ദിവസം അവർക്കൊരു നല്ല ഡ്രസ്സ് ഇട്ട് പോകാനില്ലാതെ വിഷമിക്കുന്ന പിള്ളേരൊക്കെ ബാല്യകാലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചതിന്റെ തിക്താനുഭവം ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ട് അവരുടെ മനസ്സിൽ എന്നും ഒരു കൂട്ടുകാരൊക്കെ നല്ല വേഷത്തിൽ വരുമ്പോൾ ബുധനാഴ്ച ദിവസമാണല്ലോ യൂണിഫോം ഇടാത്ത ദിവസം. അന്ന് വരുമ്പോൾ അവർക്കതൊരു വിഷമാന്നൊക്കെ പലരും സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് കല്യാണം കഴിക്കുമ്പം ഒരു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വീതം കിട്ടുന്നത് നല്ലത് തന്നെ. അല്ലാതെ സ്ത്രീധനം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് സ്ത്രീധനമായിട്ട് പുരുഷന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കരുത്. അത് ആ പെണ്ണിന്റെ പേരിൽ അക്കൗണ്ട് ഇടണം. അപ്പൊ അത് അവർക്ക് രണ്ടുപേർക്കൂടെ ചോദിച്ചല്ല, ആ ചെറുക്കന്റെ വീട്ടുകാരെടുത്ത് നശിപ്പിക്കാനല്ല. അപ്പൊ അതൊരു ഉപകാരം. ഇവിടെ ഇപ്പൊ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികമില്ല, സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അവർക്ക് 1.5 ലക്ഷം രൂപയോളം ആവശ്യവുമുണ്ട്. അപ്പൊ അവരവരുടെ ദുഃഖങ്ങളെല്ലാം ആ രീതിക്കാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവരുടെ അച്ഛനും അമ്മയൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, അതാണ് പറഞ്ഞു വെക്കുന്നത്. അതൊന്നും മുന്നോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോ അതൊക്കെ ലൈഫിൽ പറയേണ്ടി വരും. ഈ വീഡിയോന്റെ മുന്നിൽ തന്നെ വന്ന് എനിക്ക് പറയേണ്ട അവസ്ഥ നമുക്ക് രണ്ടാക്കും ചിലപ്പോ വരും, ചിലപ്പോ വരുത്തും. അത് വരാതിരിക്കട്ടെ. അപ്പൊ നമുക്കത് വരും. അപ്പൊ അത് ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പോകാനാണ് ഞങ്ങൾ രണ്ടും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നിടത്ത് നിന്ന് അവരിപ്പോ ഫാമിലി വ്ളോഗാണ്, അവർ ഒരു മാസത്തിൽ 1-2 വീഡിയോ ഇടുന്നുള്ളൂ. അവരുടെ എല്ലാ കാര്യമൊന്നും നിങ്ങളോട് പ്രേക്ഷകരോട് വന്ന് പറയുന്നില്ല. ആകെ 2-3 വീഡിയോ ഇടുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബാക്കി ദിവസം മുഴുവൻ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അവർ പറയുന്നില്ല. അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ആ കുട്ടി പ്രഗ്നന്റുമായി. അപ്പോൾ ആ മാനസികമായിട്ട് ഭയങ്കര വിഷമം. ഇപ്പം ഈ വീഡിയോയ്ക്കുള്ളിൽ നിന്ന് ഈ കുഞ്ഞിന്റെ ഭർത്താവിന് മാനസികമായിട്ടൊരു ബലമില്ല, അത് സ്ട്രോങ് അല്ല പുള്ളിക്കാരൻ. പെട്ടെന്ന് കരയെടുക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്ന കണ്ടിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ട് കിട്ടാതെ നിൽക്കുന്നതിൻ്റെ, അവർ പിണങ്ങി പോയതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഭാര്യ വീട്ടിൽ വന്ന് അങ്ങനെ കഴിയുന്നതും അവരുടെ ഒരു സപ്പോർട്ട് നിൽക്കുകയും ചെയ്യുന്നത്. 21 വയസ്സ് ജോലിക്ക് പോയ കാര്യമൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. ആ പയ്യനെ പോലെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാലും ഇപ്പം മെയിനായിട്ട് നമുക്ക് കണ്ടിടത്തോളം തോന്നിയ അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല. അതിൻ്റെയാണ് അവരുടെ വിഷമത്തിന്റെ കാര്യം. ചിലപ്പോൾ കാലം മാറി വരാം, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായി അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് പിന്നെയും നല്ലതായിട്ടൊക്കെ വരാം. ഇപ്പോൾ ഒരു കഷ്ടകാലത്തിന്റെ ഇതേ ഉള്ളൂ. അപ്പൊ കമന്റ് ഇട്ട് കുത്തുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു കുഞ്ഞൻ പറയുന്നത്. ടെൻഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് നല്ല ടെൻഷൻസ് ഉണ്ട്. അപ്പൊ ആ ടെൻഷൻസിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ കമന്റ് ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില നേരത്തെ ഒരു ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ട് മാത്രം ഇത് പ്രതികരിച്ചാൽ ഇത് നല്ല രീതിയിൽ പറഞ്ഞു പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ നമുക്ക് മനുഷ്യരല്ലേ ചില വീഡിയോ ഇപ്പൊ എടുത്തിട്ട് റിയാക്ട് ചെയ്യേണ്ട അത്ര വലിയ വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ എല്ലാവരും ട്രോളും വീഡിയോ എല്ലാം ഉണ്ട്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയ എല്ലാ സ്വാഭാവികമായിട്ട് പണ്ടേ ഉള്ള ഒരു കാര്യമാണ്. പ്രണയ വിവാഹത്തിനുണ്ടാകുന്ന ഒരു കാര്യമാണ്. മൂലധനമായിട്ടൊരു പൈസ കയ്യിലില്ല. ഇപ്പൊ കുറച്ച് ബാങ്കിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പലിശയൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് പോകും. പെട്ടെന്ന് അച്ഛനും അമ്മയൊന്നും എല്ലാവരും പിണങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പൈസയുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാവും എല്ലാവർക്കും. അതാണ് ഇവർ പറഞ്ഞു വെച്ചത്. ഇവരുടെ തുടക്കം ഇവര് കമന്റ് ഇട്ടതിന്റെ മറുപടി ആയിട്ട് തുടങ്ങിയതാണേലും പിന്നീട് അവരുടെ ലൈഫാണ് അവർ പറഞ്ഞു വെച്ചത്. പക്ഷെ ട്രോളിലൊക്കെ എല്ലാവരും ചിരിച്ച് ഇവര് പണിക്ക് പോകുന്നില്ല, പണിയെടുക്കുന്നില്ല, അല്ലെ പണിയെടുത്തൂടെടാ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള കളിയാക്കലും അതും ഇതൊക്കെ ആയിട്ടാ അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയാണ് അവർ പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.